ഈരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും കിടത്തി ചികിത്സാ സൗകര്യം ഒരുക്കി മുഴുവൻ സമയ ഡോക്ടറെയും സ്റ്റാഫിനെയും നിയമിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. ആശുപത്രിയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ചികിത്സാ ക്രമീകരണങ്ങൾ മെച്ചമാക്കുമെന്നുമുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനം MLA പാലിക്കണമെന്നും ലക്ഷക്കണക്കിന് രൂപ മുടക്കി വാങ്ങിവെച്ചിരിക്കുന്ന എക്സ്റേ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിന്റെ വികസനം സാധ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സുന്ദരമോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിൻ്റെ പൂഞ്ഞാർ MLA ആയിരുന്നു. അദ്ദേഹം ഏറ്റവും ആദ്യം പറഞ്ഞത് ഇവിടെ ഈരാറ്റുപേട്ട ഗവൺമെൻറ് ആശുപത്രിയുടെ നില മെച്ചപ്പെട്ടു, അവിടെ കിടത്തി ചികിത്സ ആരംഭിക്കും, ആശുപത്രിയുടെ നിലവാരം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ആശുപത്രിയിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവും ഇല്ല. PHC-ആയി അവിടെ സ്ഥിരമായ ഡോക്ടർമാരില്ല, ചികിത്സ ലഭിക്കുന്നില്ല. അതുകൊണ്ട് MLA അടിയന്തരമായി വാഗ്ദാനം പാലിക്കണം, ഗവൺമെൻറ് ഇടപെടണം. ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിച്ചുകൊണ്ട് ആശുപത്രിയിൽ ഡോക്ടറെ സ്ഥിരമായി അല്ലെങ്കിൽ നിയമിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കുവാൻ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട MLA നേതൃത്വം കൊടുക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് സമര പരിപാടികൾക്ക് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. തൃണമൂൽ കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം നേതൃയോഗം ഈരാറ്റുപേട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് കീഴടം അധ്യക്ഷത വഹിച്ചു. അൻസാരി ഈരാറ്റുപേട്ട, നോബി ജോസ്, ഈപ്പച്ചൻ അത്തിയാലിൽ, KM റഷീദ്, നിയാസ് KP, ഹാഷിം മേത്തർ, വിപിൻ ശൂരനാടൻ, സക്കീർ ചമ്മരപ്പള്ളിൽ, VK സന്തോഷ്, മുഹമ്മദ് സാലി, സാമൻ OS, റഷീദ് KM, നിസാർ KP തുടങ്ങിയവർ പ്രസംഗിച്ചു.